എല്ലാവർക്കും നമസ്കാരം. edu.idb എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഡയമെൻഷനിങ്. ഡയമെൻഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഫീൽഡിലുള്ളവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററാണ് ഡയമെൻഷനിങ്. അതായത് നമ്മളുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഉദ്ദേശം? അതൊരു ലാംഗ്വേജ് ആണ്, എഞ്ചിനീയേഴ്സിന്റെ ഒരു ലാംഗ്വേജ് ആണ്. അതായത് നമ്മളുടെ ഒരു ഐഡിയ ഒരു പിക്ചർ രൂപേണ അല്ലെങ്കിൽ ഒരു വരപ്പിന്റെ രൂപേണ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതില് ഡയമെൻഷനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. കാരണം നമ്മൾ വരച്ചു കൊടുക്കുന്ന ഒരു സാധനം എത്ര അളവിലുള്ളതാണ്, അതിന്റെ ഓരോ പാർട്ടിന് എന്താണ് അളവെന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്തിരിക്കണം, നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഡയമെൻഷനിങ് എന്നുള്ള ചാപ്റ്റർ PSCക്കും വളരെ പ്രാധാന്യമുള്ളതും ചോദ്യങ്ങൾ PSC ഉൾക്കൊള്ളിക്കാറുള്ളതാണ്. ഡ്രാഫ്റ്റ്സ് പരീക്ഷകൾക്ക് PSC ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കാറുള്ളതാണ് ഡയമെൻഷനിങ് എന്നുള്ള പാഠം. ഓക്കെ, അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, ഡയമെൻഷനിങ്. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഏതൊരു പടം വരച്ചാലും അതിന്റെ ഓരോ ഭാഗവും അതിന്റെ ഓരോ അളവുകളും വളരെ പ്രാധാന്യമാണ്. ഓരോ ഭാഗവും എത്ര അളവിലുള്ളതാണെന്നും ആ അളവിനനുസരിച്ചാണ് മറ്റൊരാൾക്ക് അത് വരയ്ക്കാനായാലും അതൊരു മാനുഫാക്ചർ ചെയ്യാനായാലും സാധിക്കുന്നത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഡയമെൻഷനിങ് ഉണ്ട്, ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ട്, എങ്ങനെയൊക്കെ ഡയമെൻഷൻ വാല്യൂസുകളെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ പഠിക്കും. അപ്പോ ഡയമെൻഷനിങ്ങിന്റെ പൊതുവെ ആദ്യമായിട്ട് ഡയമെൻഷനിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 രീതിയിലാണ്. അതിലൊന്ന് ഫങ്ഷണൽ ഡയമെൻഷനിങ്, ഫങ്ഷണൽ, മറ്റൊന്ന് നോൺ ഫങ്ഷണൽ, മറ്റൊന്ന് ഓക്സിലറി ഫങ്ഷനിങ്, ഓക്സിലറി ഡയമെൻഷനിങ്. അപ്പോ ഫങ്ഷണൽ ഡയമെൻഷനിങ്, നോൺ ഫങ്ഷണൽ ഡയമെൻഷനിങ്, ഓക്സിലറി ഡയമെൻഷനിങ്. എന്താണ് ഈ 3 ഇതിൽ നിന്നും അധികം ചോദിക്കാറില്ല PSC ചോദ്യങ്ങളൊന്നും. ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഫങ്ഷണൽ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ പ്രധാന, അതായത് അതിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്ത് ഫംഗ്ഷന്റെ പോയിന്റ് ഓഫ് വ്യൂല് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫങ്ഷണൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ നമ്മൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു മെഷീൻ പാർട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അതിന്റെ ഒരു പാർട്ട്, ഫോർ എക്സാമ്പിൾ ഒരു നട്ടും ബോൾട്ടും ഉണ്ടാക്കുന്നത് വെക്കുക. അപ്പോൾ ഒരു ബോൾട്ടിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിരിക്കണം. ആ നട്ടിനുള്ളിൽ കയറിപ്പോകാൻ അത് കൃത്യമായിരിക്കണം. അതിന്റെ ഡയമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതൊരു ഫങ്ഷണൽ ഡയമെൻഷനിങ് ആണ്. കാരണം ആ ഡയമീറ്ററിൽ കുറവോ കൂടുതലോ ഉണ്ടായാൽ അത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കൃത്യമായ ഡയമെൻഷൻ ചെയ്യേണ്ട പാർട്ടുകൾ, അല്ലെ കൃത്യമായ പാർട്ട് നമ്മൾ അതിൽ ഒരു തോതുകളിൽ വ്യത്യാസം ഉണ്ടാവാതെ നമ്മൾ ചെയ്യുന്ന ഡയമെൻഷനിങ് ആണ് ഫങ്ഷണൽ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ ആ ഡയമെൻഷൻ കൃത്യമാണ്, അത് അങ്ങനെ തന്നെ ഉള്ളവയാണ്, അതിൽ കുറവോ കൂടുതലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഫങ്ഷണൽ ഡയമെൻഷൻ. നോൺ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്തെങ്കിലും ഒരു തോത് വ്യത്യാസമൊക്കെ വരാം. അപ്പൊ നമ്മള് ഇപ്പോ എന്തെങ്കിലും ഒരു ഷാഫ്റ്റിന്റെ നീളം അത് ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള പാർട്ടുകൾ ഡയമെൻഷൻ ചെയ്യുന്നതാണ് നോൺ ഫങ്ഷണൽ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ഫംഗ്ഷൻ ചെയ്യണം. അത് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിൽ യാതൊരുവിധ കുറവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു നട്ടും ബോൾട്ടും ഉണ്ടാകുമ്പോൾ ബോൾട്ട് ഡയമീറ്റർ കൃത്യമായി മാത്രമേ അത് നട്ടിനകത്തൂടെ പോകത്തുള്ളൂ. അപ്പൊ ബോൾട്ട് ഡയമീറ്ററിന് തോതുകളൊന്നും വെക്കാൻ ഒക്കത്തില്ല. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നട്ടിൽ കയറത്തില്ല. അപ്പൊ കുറവായാൽ നട്ടിനകത്ത് ലൂസായിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ കൃത്യമായ ഒരു പാർട്ടാണ്. അപ്പൊ ഒരു ബോൾട്ടിന്റെ ഡയമീറ്റർ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ അതിനെ നമുക്കൊരു ഫങ്ഷണൽ ഡയമെൻഷൻ എന്ന് പറയാം. എന്നാൽ നോൺ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടോളറൻസ് തോതോ കാര്യങ്ങളോ ഒക്കെ തരുവാണ്. അങ്ങനെയുള്ള ഡയമെൻഷൻ ആണ് നോൺ ഫങ്ഷണൽ. കാരണം അതിൽ കുറവോ കൂടുതലോ ഉണ്ടായാൽ അതിന്റെ ഫംഗ്ഷനെ അത് ബാധിക്കുന്നില്ല. അങ്ങനെയുള്ളതാണ് നോൺ ഫങ്ഷണൽ. എന്നാൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം തരുന്നു. ഇപ്പൊ ഒരു ഷാഫ്റ്റിന്റെ നീളം തന്നിട്ട് അത് 200 മില്ലിമീറ്റർ ആണ് എന്ന് മാത്രം പറയുകയാണ്. അപ്പോൾ അതൊരു ഐഡിയ ആണ്, ഇത് ഇത്ര നീളമുള്ളതാണ്. ഇൻഫർമേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന ഡയമെൻഷനെയാണ് ഓക്സിലറി ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഇത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, അതുകൊണ്ട് നമ്മൾ അധികം അതിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഡയമെൻഷനിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഈ 3 രീതിയാണ്: ഫങ്ഷണൽ ഡയമെൻഷനിങ്, നോൺ ഫങ്ഷണൽ ആൻഡ് ഓക്സിലറി ഡയമെൻഷനിങ്. ഓക്കെ,
ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് PC അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് ഡയമെൻഷനിങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലമെന്റ്സ് ഓഫ് ഡയമെൻഷനിങ്. ഡയമെൻഷനിങ്ങിന്റെ എലമെന്റ്സുകൾ ഏതെല്ലാം? അപ്പോ ശ്രദ്ധിക്കുക, ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഈ റെക്ടാങ്കിളിൽ ഡയമെൻഷൻ ചെയ്യുകയാണ് നമ്മൾ. അപ്പൊ ആദ്യം എന്തൊക്കെയാണ് എലമെന്റ്സുകൾ നമുക്ക് പറയാം. ഒന്ന് എക്സ്റ്റൻഷൻ ലൈൻ. എക്സ്റ്റൻഷൻ ലൈൻ ആണ് ഒന്നാമത്തെ എലമെന്റ്. രണ്ട് ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈൻ. മൂന്നാമത്തേത് ലീഡർ ലൈൻ. നാല് ടെർമിനേഷൻസ്. ഓക്കെ, ഇനി എന്താണ് ഈ നാലെണ്ണം? ഇവയാണ് എലമെന്റ്സുകൾ. ഇവയെ കുറിച്ച് പറയണം. ഒന്നാമത് നമ്മൾ പറയുന്നു എക്സ്റ്റൻഷൻ ലൈൻ. എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ എത്ര മാത്രം അളവാണ് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിനുള്ളിൽ നിൽക്കുന്ന അളവുകളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കാണിക്കാൻ ഇപ്പോ ഞാൻ ഇവിടുത്തെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് വെക്കുക. അപ്പോ ഇവിടം മുതൽ ഇവിടം വരെയാണ് അതിന്റെ ലെങ്ത് എന്ന് തോത് കാണിക്കാൻ ഈ രണ്ട് പോയിന്റുകളിൽ നിന്നും ഞാൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ഈ രണ്ട് ലൈനുകളെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ അതിന്റെ വീതിയാണ് കാണിക്കുന്നതെങ്കിൽ ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. എത്ര മാത്രം വരെ ഉണ്ട് അല്ലെങ്കിൽ എത്ര തോതിനുള്ളിൽ നിൽക്കുന്ന അളവുകളാണ് ഞാൻ കാണിക്കുന്നതെന്ന് കാണിക്കാൻ ഞാൻ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റുകളിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ലൈനുകളെയാണ് എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഡയമെൻഷൻ ലൈൻ. എന്താണ് ഡയമെൻഷൻ ലൈൻ? എക്സ്റ്റൻഷൻ ലൈനുകൾക്ക് കുറുകെ അടയാളപ്പെടുത്തുന്ന പ്രതലത്തിന് പാരലായി വരയ്ക്കുന്ന ലൈനാണ് ഡയമെൻഷൻ ലൈൻ. അതായത് ഡയമെൻഷണൽ വാല്യൂസുകൾ എഴുതുന്നത് ഈ ലൈനിന്റെ മുകളിലാണ്. അപ്പോ എക്സ്റ്റൻഷൻ ലൈനുകളെ ടച്ച് ചെയ്തുകൊണ്ട് അടയാളപ്പെടുത്തുന്ന പ്രതലത്തിന് പാരലായി വരയ്ക്കുന്ന ലൈനാണ് നമ്മൾ ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡയമെൻഷൻ ലൈനിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര അളവെന്നുള്ളത് എഴുതുന്നത്. ഓക്കെ, ഇനി ഈ ഡയമെൻഷൻ ലൈനിന്റെ എൻഡ് പോയിന്റുകൾ ഇനി ഇവിടം വരെ ഉള്ളൂ, അങ്ങോട്ട് എക്സ്റ്റൻഷൻ ഇല്ല എന്ന് കാണിക്കാനാണ് നമ്മൾ ടെർമിനേഷൻസുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഡയമെൻഷൻ പോയിന്റുകളും എക്സ്റ്റൻഷൻ ലൈനും എക്സ്റ്റൻഷൻ ലൈനും ചേരുന്ന പോയിന്റുകളിൽ അതിന്റെ ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ അവിടം വരെ ഉള്ളൂ എന്ന് കാണിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടെർമിനേഷൻസ്. ടെർമിനേഷൻസ് എന്ന് പറയുമ്പോൾ ടെർമിനേഷൻസ് ഒന്നെങ്കിൽ ഒരു ആരോ ഹെഡ് ആവാം. നമ്മൾ കോമൺ ആയ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന ആരോ ഹെഡ് ആണ്. ഇനി അല്ലെങ്കിൽ ഒരു ഡോട്ട് ആവാം. ഇതൊരു ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ലൈൻ ഉണ്ടെങ്കിൽ ഒരു ഡോട്ട് ആവാം. അല്ലെങ്കിൽ ഒരു ഒബ്ലിക് ലൈൻ ആവാം. ഒബ്ലിക് ലൈൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ചരിച്ച് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ഒബ്ലിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ടെർമിനേഷൻസുകൾ ആരോ ഹെഡ് ഉണ്ട്, അതുപോലെ ഡോട്ട് ഉണ്ട്, ഒബ്ലിക് സ്ട്രോക്ക് ഉണ്ട്. ഈ മൂന്നെണ്ണമാണ് ടെർമിനേഷൻസുകൾ എന്ന് പറയുന്നത്. PSC ചോദിക്കുന്നതാണ്. ഇവയുടെ കാര്യങ്ങളൊക്കെയാണ് PSCയുള്ള ചോദ്യങ്ങൾ വരുന്നത് എലമെന്റ്സുകളിൽ. ഓക്കെ, ഇനി എന്താന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് പറയാം. ഇനി ഒന്ന് ലീഡർ ലൈൻ. എന്താണ് ലീഡർ ലൈൻ? ഒരു ഫീച്ചറിനെ ഒരു നോട്ടുമായി കണക്ട് ചെയ്യുന്ന ലൈനെയാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത്. ഒരു നോട്ടുമായി കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാർട്സുകൾ അല്ലെ ഒരു മിഷനറി പാർട്സുകൾ അല്ലെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ വരച്ചിട്ട് ഇത് ഇന്നതാണ് എന്ന് എഴുതും. ഇപ്പൊ ഞാൻ ഈ പടം വരച്ചിട്ട് ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് എഴുതുന്നു. ഇപ്പൊ ഇതൊരു നോട്ടാണ്. മനസ്സിലായോ? ഒരു നോട്ടാണ്. നോട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡയമെൻഷനോ ആവാം. നോട്ടോ എന്തെങ്കിലും ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു ഡയമെൻഷനെയോ ആ ഫിഗറുമായി കണക്ട് ചെയ്യുന്ന ലൈനെയാണ് എന്തെന്ന് പറയുന്നത്? ലീഡർ ലൈൻ എന്ന് പറയുന്നത്. ഒരു ലൈൻ, ദ ലൈൻ വിച്ച് കണക്ട് എ നോട്ട് ടു ദ ഫീച്ചർ. ഒരു നോട്ടിനെ ഒരു ഫിഗറുമായി കണക്ട് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് ലീഡർ ലൈൻ. മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. ഒരു ഡയമെൻഷനിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണമാണ്. അതില് എന്താണ് എക്സ്റ്റൻഷൻ ലൈൻ? എക്സ്റ്റൻഷൻ ലൈൻ ആയാലും ഡയമെൻഷൻ ലൈൻ ആയാലും ലീഡർ ലൈൻ ആയാലും കണ്ടിന്യൂസ് തിൻ ലൈനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കണ്ടിന്യൂസ് തിൻ ലൈനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതൊക്കെ പോയിന്റുകൾ തമ്മിലുള്ളതാണെന്ന് കാണിക്കാൻ ആ പോയിന്റുകളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷൻ വാല്യൂസുകൾ എഴുതാൻ
എക്സ്റ്റൻഷൻ ലൈനുകൾക്ക് ക്രോസ് ചെയ്ത് വരയ്ക്കുന്ന അല്ലെ എക്സ്റ്റൻഷൻ ലൈനുകളിൽ പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ലൈനാണ് ഡയമെൻഷൻ ലൈൻ. ഓക്കെ, ഇനി എന്താണ് ലീഡർ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നോട്ട് ആ ഫിഗറുമായി കണക്ട് ചെയ്യുന്ന ലൈനെയാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത്. ഇനി ടെർമിനേഷൻസുകൾ എന്താന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ലൈനും ഡയമെൻഷൻ ലൈനും കൂടിച്ചേരുന്ന ഭാഗങ്ങളിൽ അതിന്റെ തോത് അല്ലെങ്കിൽ ആ ലിമിറ്റ് അവസാനിച്ചു എന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടെർമിനേഷൻസുകൾ. അപ്പോ ടെർമിനേഷൻസുകളെ കുറിച്ച് വിശദമായി പറയാം. അപ്പോൾ ടെർമിനേഷൻസുകളിൽ ഉപയോഗിക്കുന്നത് ആരോ ഹെഡിനെ കുറിച്ച് പറയണം. ആരോ ഹെഡ് ടെർമിനേഷൻസിൽ വരുന്നതാണ്. ആരോ ഹെഡ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ആരോ ഹെഡിനെ വേണമെങ്കിൽ എനിക്ക് ക്ലോസ് ചെയ്ത് വരയ്ക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കിയും വരയ്ക്കാം. ഇനി ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എനിക്ക് അതിനകത്ത് ഫില്ലും ചെയ്യാം. ഈ 3 രീതിയിലാണ് ഓരോ ആരോ ഹെഡ് നമ്മൾ വരയ്ക്കാറ്. ഓക്കെ, ഇനി ഈ ആരോ ഹെഡ് ഫില്ല് ചെയ്ത് വരയ്ക്കുന്നതാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം, PSC ചോദിക്കുന്ന ചോദ്യം, ആരോ ഹെഡിന്റെ നീളം വീതി അനുപാതം എത്ര? ലെങ്ത് ബ്രെഡ്ത്ത് റേഷ്യോ PSC ചോദ്യം. അല്ലെങ്കിൽ നമ്മുടെ ITലൊക്കെ OMR ചോദ്യങ്ങളൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ തിയറി ചോദ്യങ്ങൾ ഡിപ്ലോമയിലായാലും ഡ്രോയിങ്ങിൽ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ആരോ ഹെഡിന്റെ റേഷ്യോ. ആരോ ഹെഡിന്റെ ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ 3:1 ആണ്. ഇത് തിരിച്ചും PSC ചോദിക്കാറുണ്ട്. ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ 1:3 എന്ന് പറഞ്ഞ ഉദ്ദേശം ആരോ ഹെഡിന്റെ സെന്റർ ലൈൻ നീളം 3 മില്ലിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, ആരോ ഹെഡിന്റെ നീളം 3 മില്ലിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. ഇതാണ് ആ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരോ ഹെഡിന്റെ നീളം വീതി അനുപാതം 3:1 PSC സ്ഥിരം ചോദ്യമാണ് ഡ്രാഫ്റ്റ്സ് ആൻഡ് പരീക്ഷകളിൽ. ഓക്കെ, ഇനി ആരോ ഹെഡിനെ കുറിച്ചുള്ള മറ്റൊരു ചോദ്യം, ആരോ ഹെഡിന്റെ ഓപ്പണിംഗ് ആംഗിള് അത് 15 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ആകാം. ആരോ ഹെഡിന്റെ ഓപ്പണിംഗ് ആംഗിള് 15 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ആവാം. ഓക്കെ, ഇനി ആരോ ഹെഡ് ഇപ്പൊ ചെറിയ പടങ്ങളാണെങ്കിൽ, ചെറിയ പടങ്ങൾ ഡയമെൻഷൻ ചെയ്യേണ്ടി വരുമ്പോ ആരോ ഹെഡ് ഉൾക്കൊള്ളിക്കാൻ പാടുവരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഒബ്ലിക് സ്ട്രോക്കുകൾ, അതായത് 45 ഡിഗ്രി ചരിച്ചുള്ള ലൈൻ. ഇങ്ങനെ 45 ഡിഗ്രി ചരിച്ച് 2 ലൈനുകൾ വരയ്ക്കും ആരോ ഹെഡിന് പകരം. എന്നിട്ട് ഇവിടെ നമ്മൾ അതിന്റെ ഡയമെൻഷൻ എഴുതും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഡോട്ട് എന്ന് പറയുമ്പോൾ ഈ എൻഡിൽ നമ്മൾ വരയ്ക്കുന്നതാണ് ഡോട്ട്. ഈ ഡോട്ടിന്റെ ഡയമീറ്റർ അപ്രോക്സിമേറ്റ്ലി 3 mm വരെയാണ് ഡയമീറ്റർ കൊടുക്കാറ്. ഓക്കെ, ഇനി നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന എല്ലാ അളവുകളും എന്തിലാ പറയുന്നത്, നമ്മള് മില്ലിമീറ്ററിലാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോ എലമെന്റ്സ് ഓഫ് ഡയമെൻഷനിങ് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വീഡിയോ കേട്ട് നോക്കുക. 4 എലമെന്റ്സുകൾ: ഡയമെൻഷൻ ലൈൻ, എക്സ്റ്റൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ടെർമിനേഷൻ. ഇവയുടെ ഉപയോഗങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തിലോട്ട് പോകുന്നു. മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ്. ഏതൊക്കെ മെത്തേഡുകളിൽ ഡയമെൻഷൻ ചെയ്യാം? മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ്. ഏതൊക്കെ മെത്തേഡുകൾ എന്ന് പറയുമ്പോ പ്രധാനമായും 2 മെത്തേഡാണ്. ഒന്ന് അലൈൻഡ് സിസ്റ്റവും, രണ്ടാമത്തത് യൂണി ഡയറക്ഷണൽ സിസ്റ്റവും. അതായത് നമ്മള് ഡയമെൻഷൻ ചെയ്ത 2 മെത്തേഡുകൾ. ഓക്കെ, എന്താണ് ആദ്യത്തേത്? അലൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു ഫിഗർ വരയ്ക്കുന്നു. ഈ ഫിഗർ നമ്മൾ ഡയമെൻഷൻ ചെയ്യാന്ന് വെക്കുക. ഓക്കെ, ഈ ഫിഗർ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നു. അപ്പൊ ഡയമെൻഷൻ ചെയ്യുന്നതിന്റെ മാനദണ്ഡമാണ് അവർ പറയുന്നത്. ഞാനിപ്പോ ഈ ഫിഗറിന്റെ ഡയമെൻഷൻ വാല്യൂസ് വീക്ഷിക്കുമ്പോ എനിക്ക് ഒന്നെങ്കിൽ നേരെ അല്ലെങ്കിൽ ബോട്ടം താഴേന്ന് നോക്കുമ്പോ പൂർണ്ണമായും വായിക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ വലത്തുവശത്ത് നിന്ന് നോക്കുമ്പോൾ വായിക്കാൻ കഴിയണം. ഈ 2 രീതിയിൽ എനിക്ക് എഴുതാം. ഡയമെൻഷൻ വാല്യൂസുകൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ബോട്ടം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡ്രോയിങ്, താഴെ നിന്ന് നോക്കുമ്പോഴോ
അല്ലെങ്കിൽ വലതുവശത്ത് നോക്കുമ്പോഴോ ഡയമെൻഷൻ വാല്യൂസ് പൂർണ്ണമായും വായിക്കാൻ പറ്റണം. ഈ രണ്ട് രീതികളൂടെ ചേർത്ത് എഴുതാം. ഓക്കെ, അപ്പൊ നോൺ ഹൊറിസോണ്ടൽ ആയ ലൈൻസുകളില് വലത്തുനിന്ന് വായിക്കാത്തക്ക രീതിയിൽ എന്ത് എഴുതാം? എനിക്ക് ഡയമെൻഷൻ വാല്യൂസ് എഴുതാം. അപ്പൊ നോക്കിക്കൊള്ളുക, നമ്മൾ എഴുതാൻ പോകുന്നു. ഇനി ഈ സൈഡിലെ വാല്യൂ എഴുതുമ്പോ എനിക്ക് ഇങ്ങനെ എഴുതാം, എത്രാന്ന് വെച്ചാൽ അങ്ങനെ എഴുതാം. ഇനി ഇതിന്റെ നീളം കാണിക്കാം നമ്മള്. ഇത് എനിക്ക് താഴെ നോക്കുമ്പോൾ എഴുതുന്ന രീതിയിലും എഴുതാൻ എഴുതാം, വലത്ത് നോക്കുമ്പോഴുള്ള രീതിയിലും എഴുതാൻ പറ്റും. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നോൺ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസുകൾ വലത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതും. അപ്പൊ ഒരു ഡയമെൻഷനിങ്ങില് നിങ്ങൾക്ക് ഫിഗറിൽ കാണിച്ച സ്ക്രീനിൽ കാണിച്ചു തരാം, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോ ഡയമെൻഷൻ വാല്യൂസ് ഒന്നെങ്കിൽ താഴേന്ന് നോക്കുമ്പോൾ വായിക്കാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ നേരെ നോക്കുമ്പോൾ വായിക്കാൻ പറ്റുന്ന രീതിയിലോ, ഇല്ലെങ്കിൽ വലത്തുവശത്ത് നിന്ന് നോക്കുമ്പോൾ വായിക്കാൻ പറ്റുന്ന രീതിയിലോ എഴുതാം. ഇതിനകത്ത് അലൈൻഡ് സിസ്റ്റത്തില്. ഓക്കെ, എന്താണ് ഇനി യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? യൂണി ഡയറക്ഷണൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഏത് ഡയമെൻഷൻ വാല്യൂസ് എഴുതിയാലും എനിക്ക് നേരെ തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റണം. ഇപ്പൊ വലത്തുവശത്തു നിന്ന് നോക്കാനുള്ള സൗകര്യം എനിക്കില്ലാന്ന് വിചാരിക്കാം, എനിക്ക് എല്ലാം നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റണം. ഓക്കെ, അപ്പോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നേരെ തന്നെ എഴുതാം. എപ്പോഴും എഴുതുന്ന പോലെ നേരെ തന്നെ എഴുതാം. എന്നാൽ നോൺ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസുകൾ, ഇവിടുത്തെ ഈ ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോ അലൈൻഡ് സിസ്റ്റം ആയിരുന്നെങ്കിൽ നമുക്ക് വലത്തുവശത്ത് നിന്ന് നോക്കുന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസിനെ ഇവിടെ എഴുതാം. എന്നാൽ യൂണി ഡയറക്ഷണൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വലത്തുനിന്ന് നോക്കുന്ന രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. ഒറ്റ ഡയറക്ഷനിൽ എഴുതാം, എല്ലാം നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റണം. അങ്ങനെ വരുമ്പോ നോൺ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസുകളുടെ സെന്റർ ഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഇന്ററപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ വാല്യൂസ് എഴുതും. പറഞ്ഞാൽ മനസ്സിലാവുന്നോ? അപ്പൊ നോൺ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസുകൾ നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡയമെൻഷൻ വാല്യൂസ് എപ്പോഴും എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ എഴുതും. മനസ്സിലാവുന്നോ? അപ്പോ ലൈനിന്റെ സെന്റർ ഭാഗം, നോൺ ഹൊറിസോണ്ടൽ ആയ ലൈനുകളുടെ ഡയമെൻഷൻ ലൈനുകളുടെ സെന്റർ ഭാഗം ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വാല്യൂസ് എഴുതും. അപ്പോ അലൈൻഡ് സിസ്റ്റം എന്താണ്? യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്താണ്? അലൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എഴുതുന്ന കാര്യങ്ങൾ, വാല്യൂസ് ഒന്നുകിൽ നേരെ നോക്കുമ്പോൾ വായിക്കാൻ പറ്റാം, അല്ലെങ്കിൽ വലത്തും നോക്കുമ്പോൾ വായിക്കാൻ പറ്റാം. ഈ രണ്ട് രീതിയിലും എഴുതാം. യൂണി ഡയറക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോട്ടം വ്യൂ മാത്രം, നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ, താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? വാല്യൂസ് എഴുതാവൂ. അതാണ് മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ്ങിനകത്തെ അലൈൻഡ് സിസ്റ്റവും യൂണി ഡയറക്ഷണൽ സിസ്റ്റവും. ഓക്കെ, ഇനി നമ്മള് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷൻസ്. അടുത്ത ഭാഗമാണ് അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷൻസ്. അതായത് ഈ ഡയമെൻഷൻ വാല്യൂസുകളെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിലൊന്നാമത്തത് ചെയിൻ ഡയമെൻഷനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ് ആണ്. ഇനി പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷൻ വാല്യൂസുകളെ എങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോ ഒരു കാര്യം നമ്മൾ പറയാം, ഡയമെൻഷൻ വാല്യൂസുകൾ എഴുതുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. ഡയമെൻഷൻ വാല്യൂസ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഡയമെൻഷൻ വാല്യൂസ് വരച്ചു, അതിന്റെ ടെർമിനേഷൻസും വരച്ചു. ഇനി വാല്യൂസ് എഴുതുമ്പോൾ ഡയമെൻഷൻ ലൈനിന്റെ സെന്റർ ഭാഗത്തായും, എന്നാൽ ഡയമെൻഷൻ ലൈനിന്റെ മുകളിലായും, ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാതെയും വേണം എഴുതാൻ. ഡയമെൻഷൻ ലൈനിന്റെ സെന്ററിൽ എഴുതണം, ഡയമെൻഷൻ ലൈനിന് മുകളിലായിരിക്കണം, എന്നാൽ ഡയമെൻഷൻ ലൈൻ എന്ത് ചെയ്യാൻ പാടില്ല? ടച്ച് ചെയ്യാനും പാടില്ല. ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ഡയമെൻഷൻ വാല്യൂസ് എഴുതാൻ. ഓക്കെ, അപ്പോ അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിലൊന്നാമതാണ് ചെയിൻ ഡയമെൻഷനിങ്. അതായത് ഇവിടെ ഒരു ഫിഗർ വന്നിരിക്കുന്നു. ഇതൊരു ഫിഗർ. ഇവിടെ ഈ ഫിഗറിന്റെ അളവുകളെല്ലാം ഓരോന്നോരോന്ന് നമ്മൾ മാർക്ക് ചെയ്യും. ആ ഓരോന്നോരോന്ന് മാർക്ക് ചെയ്യുന്നത്
ഒരൊറ്റ ചെയിൻ പോലെ ഒറ്റ ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്ത് പോകുന്നതെങ്കിൽ, ഒരു ആരോ ഹെഡാണ് ഈ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോ സ്ട്രെയിറ്റ് ആയി ഒരു ചെങ്ങല രൂപേണ വരച്ച് എഴുതി പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ചെങ്ങല രൂപേണ എല്ലാ ഡയമെൻഷനും കൂടെ ചേർത്ത് ഒരൊറ്റ ലൈൻ വരച്ച് ഒരു ചെങ്ങല രൂപേണ എഴുതി പോകുന്നതിനെയാണ് നമ്മൾ ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? ഓക്കെ, ഇനി ഇതിന് തന്നെ അടുത്തത് ചെയിൻ ഡയമെൻഷനിങ് കഴിഞ്ഞാൽ അടുത്തത് പാരലൽ ഡയമെൻഷനിങ് ആണ്. പാരലൽ ചെയിൻ ഡയമെൻഷനിങ് രണ്ടാമത്തത് പാരലൽ ഡയമെൻഷനിങ്. എങ്ങനെ വരുന്നെന്ന് കാണിക്കാം. പാരലൽ ഡയമെൻഷനിങ്. ഓക്കെ, പാരലൽ ഡയമെൻഷനിങ് കാണിക്കാൻ പോകുന്നു നമ്മൾ. അപ്പോ ഈ ഒരു ഭാഗം ഇതെല്ലാം പാരലൽ ആയിട്ട് എഴുതും. പാരലൽ ആയിട്ട് എഴുതുന്ന പറഞ്ഞാൽ ദാണ്ടെ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് എഴുതി, തിരിച്ച് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡയമെൻഷൻ ലൈൻസുകളെല്ലാം എന്തായിരിക്കും? പരസ്പരം പാരലൽ ആയിട്ട് എഴുതുന്നതാണ് എന്ത്? പാരലൽ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. നേരത്തെ എന്തായിരുന്നു? നമുക്ക് എല്ലാവരും ചെങ്ങല രൂപേണ ഒന്നിച്ച് ഒരു ചേർത്ത് ഒറ്റ ലൈനായിട്ട് എഴുതുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെയിൻ ഡയമെൻഷനിങ്. ഇത് പാരലൽ ഡയമെൻഷനിങ്. ഡയമെൻഷൻ ലൈൻസ് എല്ലാം ഒന്നിനൊന്ന് പാരലൽ ആയിട്ട് എഴുതി പോകുന്നതാണ് പാരലൽ ഡയമെൻഷനിങ്. ഓക്കെ, ഇനി അടുത്തത് പാരലൽ ഡയമെൻഷനിങ് കഴിഞ്ഞാൽ അടുത്തതാണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ്. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ്. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ് മൂന്നാമത്തത്. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ് പേരൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണിക്കാം. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷൻ, ഇല്ലെങ്കിൽ അതിനെ പ്രോഗ്രസീവ് ഡയമെൻഷനിങ് എന്നും പറയും. പ്രോഗ്രസീവ് ഡയമെൻഷനിങ് എന്നും പറയാറുണ്ട്. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ദാ ഇവിടുത്തെ വാല്യൂസ് നമ്മൾ എഴുതുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ വരയ്ക്കുന്ന എക്സ്റ്റൻഷൻ ലൈൻ ആണ്. എക്സ്റ്റൻഷൻ ലൈൻ ആണ് ഈ മുകളിലോട്ടെല്ലാം നമ്മൾ ചേർത്ത് വരയ്ക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോ എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. ഇനി നമ്മൾ വാല്യൂസ് എഴുതാൻ പോകുന്നത് ഇവിടെ ഒരു ഒറിജിനിൽ നിന്ന് നമ്മൾ തുടങ്ങും. ഒരു ഒറിജിൻ ചെയ്യും, ഒറിജിൻ മാർക്ക് ചെയ്യും. ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ, അപ്പൊ ഓരോ എൻഡിലും ഓരോ ആരോ ഹെഡ് വീതം നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഒരു ഒറിജിൻ ഉണ്ട്. ഈ ഒറിജിനിൽ നിന്ന് ഒരേ ഡയറക്ഷനിൽ മാത്രം ആരോ ഹെഡുകൾ മാർക്ക് ചെയ്യും. എന്നിട്ട് എങ്ങനെ എഴുതി പോകുന്ന പറഞ്ഞാൽ ദാ ഇവിടുത്തെ അകലം 10 ആണെങ്കിൽ ഇവിടെ എഴുതും 10. ഇനി 10. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നേ? ഈ ഇവിടുത്തെ അളവൂടെ കൂട്ടി, ഈ 10ന്റെ കൂടെ ഇവിടുത്തെ അളവ് കൂടെ കൂട്ടിയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇപ്പൊ ഇവിടെ 20 ആണെങ്കിൽ മൊത്തം കൂടെ കൂട്ടി 30. മനസ്സിലാവുന്നോ? ഓക്കെ, ഇനി അടുത്ത സൈഡ് എഴുതാൻ പോകുന്നത് ഈ 30ഉം ഈ 10ഉം കൂടെ കൂട്ടിയാണ് എഴുതുന്നത്. 45 എന്ന് എഴുതി നമ്മള്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു 10 കൂടെ കൂട്ടി 55 എന്ന് എഴുതി ഇവിടെ. മനസ്സിലായോ? അപ്പൊ ഒരു പാറ്റേണില് ഡയമെൻഷൻസുകൾ പ്ലസ് ചെയ്ത് എഴുതി പോകുന്നതാണ് റണ്ണിംഗ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഇവിടം വരെ 10 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ 30, ഇവിടെ നിന്ന് ഇവിടം വരെ 45, എല്ലാം ഈ ഒറിജിനലിൽ നിന്നുള്ള അളവുകളായി എഴുതും. ഇതാണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത, നാലാമത്തത് ഡയമെൻഷൻ ബൈ കോഓർഡിനേറ്റ്സ്. ഡയമെൻഷൻ ബൈ കോഓർഡിനേറ്റ്സ്. ഓക്കെ, ഡയമെൻഷൻ ബൈ കോഓർഡിനേറ്റ്സ് എന്താന്ന് പറഞ്ഞാൽ നമ്മള് XY കോർഡിനേറ്റുകളൊക്കെ പറയാറുണ്ട്. XY കോർഡിനേറ്റുകൾ. അപ്പൊ ഇവിടെ നമ്മള് ഒരു ഒറിജിൻ കണക്കാക്കിക്കൊണ്ട് ഇവിടെ X എന്ന് എഴുതുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് Y എന്ന് എഴുതും. X ആൻഡ് Y. ഓക്കെ, ഇനി ഇവിടെ കുറെ സർക്കിളുകളുണ്ട്. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ എല്ലാം കുറെ സർക്കിളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് വെക്കുക. നമ്മൾ ഫിഗറിൽ നോക്കുമ്പോൾ, നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന ഫിഗറിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനൊക്കെ നമ്പർ മാത്രമേ കാണൂ. 3, 4, 5 എന്നൊക്കെ നമ്പർ മാത്രമേ കാണൂ.
എന്നാൽ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ചാർട്ട് കാണും. ഇതിന്റെ സൈഡിലായിട്ട് ഒരു ചാർട്ട് കാണും. അതിനകത്തായിട്ട് എക്സ് നമ്പർ കഴിഞ്ഞിട്ട് എക്സ് വൈ ഓക്കെ നമ്പറുകൾ എത്ര ഉണ്ട്? 1 2 3 4 ഇവിടെ 5 വരെ ഉണ്ട്. 5 വരെ നമ്പർ. താഴെ എന്ത് ചെയ്യും? എക്സ് വൈ ഇതിന്റെ ഡയമീറ്റർ. ഓക്കെ, എക്സ് വൈ കോർഡിനേറ്റുകൾ അപ്പുറത്തൊരു ചാർട്ടിനകത്തായിട്ട് തരും. ഇവിടെ നമ്മൾ നോക്കുമ്പോ ഈ നമ്പറുകൾ മാത്രമേ കാണൂ. ഇനി ഇത് എങ്ങനെ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇതിന്റെ സെന്ററുകൾ സർക്കിളുകളുടെ ഡയമീറ്റർ പറയും എത്രയാണെന്നുള്ളത്. ഒന്നാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ ഇപ്പൊ 10 ആണെന്ന് നോക്കുക. ഡയമീറ്ററിനെയാണ് നമ്മൾ ഈ 5 എന്ന ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത്, ഡയമീറ്റർ. ഇപ്പൊ ഡയമീറ്റർ 10, ഒന്നാമത്തെ ഫിഗർ, ഒന്നാമത്തെ സർക്കിൾ എന്ന് പറയുക ഇതാ. ഇത് ഇനി എക്സിന്റെ സ്ഥാനത്ത് ദാ ഈ പോയിന്റിൽ നിന്നും എത്ര മാറിയാണ് ഇതിന്റെ സെന്റർ? ഇപ്പൊ ഇവിടെ നിന്നൊരു 20 mm മാറിയാണെന്ന് നോക്കുക. അവിടെ 20 എഴുതും. ഇനി വൈ ആക്സിസിൽ എത്ര ആണ് മാറിയിരിക്കുന്നത്? വൈ ആക്സിസിൽ ഇപ്പൊ 30 ആണ് മാറിയിരിക്കുന്നതെങ്കിൽ ഇവിടെ 30 എന്ന് എഴുതും. അപ്പോ എക്സ് ഡയറക്ഷനിൽ 30ഉം വൈ ഡയറക്ഷനിൽ 30 കൂടെ മാറി, എക്സ് ഡയറക്ഷനിൽ 20 mm ഉം വൈ ഡയറക്ഷനിൽ 30 mm മാറിയാണ് എന്ത്? ഈ സർക്കിളിന്റെ സെന്റർ സ്ഥാനം. സർക്കിളിന്റെ റേഡിയസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്. ഇനി രണ്ടാമത്തെ ഫിഗർ നമ്മൾ എടുക്കുന്നു. രണ്ടാമത്തെ ഫിഗർ എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എക്സ് ഡയറക്ഷനിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഒരു 15 മില്ലിമീറ്റർ ആണ്. ഓക്കെ, വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് നമ്മൾ. വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 75 മില്ലിമീറ്റർ വന്നിരിക്കുക. 75 മില്ലിമീറ്റർ. ആ സർക്കിളിന്റെ ഡയമീറ്റർ 15 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫിഗറിൽ നോക്കിയാൽ 1 2 3 എന്നൊക്കെ കാണാൻ പറ്റും. ഇവിടെ എക്സ് വൈ കോർഡിനേറ്റ് കാണിക്കും. എന്നാൽ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ചാർട്ട് കൂടെ കാണും. ഏതിനകത്ത്? ഡയമെൻഷൻ ബൈ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയെടുക്കുവാണ്. ഡയമെൻഷൻ ചെയ്യുന്ന ഫിഗറിന്റെ കൂടെ അടുത്തൊരു ചാർട്ട് കൂടെ തരുന്നതാണ് ഇത് ഡയമെൻഷൻ ബൈ കോർഡിനേറ്റ്സ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒരുപാട് വലുതാവുന്നതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോകണം. ഇനി ലാസ്റ്റ് വൺ ആണ് കമ്പൈൻഡ് ഡയമെൻഷനിങ്. കമ്പൈൻഡ് ഡയമെൻഷനിങ്. എന്താണ് കമ്പൈൻഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പഠിച്ച നമ്മൾ ചെയിനും പാരലലും പഠിച്ചു. ഈ ചെയിനും പാരലൂടെ കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ് കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ പഠിച്ച ചെയിൻ ഡയമെൻഷനിങ് പാരലൽ ഡയമെൻഷനിങ് കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുന്ന ഡയമെൻഷനിങ് ആണ് കമ്പൈൻഡ് ഡയമെൻഷനിങ്. ഓക്കെ, എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ എഴുതുന്നു. ഇത് ഞാൻ ഇങ്ങനെ എഴുതി. ഇവിടെ എത്രന്ന് വെച്ചാൽ അത് എഴുതി. തിരിച്ച് ഇവിടെ ഞാൻ എഴുതി ഇത് എത്ര. ഇതിപ്പം എ ബി സി ബി എന്നിരിക്കുന്നുണ്ട്. ഇനി അടുത്ത എഴുതാൻ പോകുന്ന നമ്മളാണ് ഇവിടെ എഴുതി ഇത് എത്ര എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് രണ്ടും പരസ്പരം ചെയിനാണ്. ഇതുമായിട്ട് നോക്കുമ്പോ പാരലൽ ഡയമെൻഷനിങ് ആണ്. അപ്പൊ ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്ത് എഴുതുന്നു നമ്മള്? പരസ്പരം ചെയിനും പാരലൽ ഡയമെൻഷനിങ്ങിനൂടെ കൂട്ടിച്ചേർത്ത് എഴുതുന്ന ഡയമെൻഷനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള 5 എണ്ണമാണ്: ചെയിൻ, പാരലൽ, സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിംഗ് ഡയമെൻഷനിങ്, ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ്, കമ്പൈൻഡ് ഡയമെൻഷനിങ്. ഓക്കെ, മനസ്സിലാവുന്നില്ല, പെട്ടെന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡയമെൻഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയമെൻഷനിൽ 5 എന്ന് എഴുതിയ അർത്ഥം എന്താണ്? ഡയമീറ്റർ എന്നാണ്. ഡയമീറ്റർ എന്നാണ് 5 എന്ന് എഴുതിയ അർത്ഥം. 6 എന്ന് കാണിച്ചാൽ റേഡിയസ്. ഓക്കെ, ഇനി 5 6 ഇനി ഒരു സ്ക്വയർ ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്രോസ് സെക്ഷൻ സ്ക്വയർ ഷേപ്പിലായിരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി SR എന്നാണെങ്കിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സ്ഫെറിക്കൽ റേഡിയസ് എന്നാണ്. സ്ഫെറിക്കൽ റേഡിയസ്. ഇനി S5 എന്നാണെങ്കിൽ സ്ഫെറിക്കൽ ഡയമീറ്റർ എന്നാണ്. ഓക്കെ, ഇത് 5 എണ്ണം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഡയമെൻഷനിൽ പലപ്പോഴും കാണുന്ന 5 നോട്ട്സുകളാണ് ഇതൊക്കെ. 5 എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ഡയമീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. 6 എന്ന് പറഞ്ഞാൽ റേഡിയസ്,
ഇവിടെ ഇങ്ങനെ തന്നാൽ ഇത് സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കുക. എസ് ആർ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ റേഡിയസ്, എസ് ഫൈ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഡയമീറ്റർ. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അതായത് ഇപ്പൊ ഇതൊരു റെക്ടാങ്കിൾ, ഇതൊരു ഫിഗർ കാണിച്ചിരിക്കുന്നു ഇവിടെ. ഓക്കെ, ഇനി ഇതിന്റെ ഈ സൈഡ് നമുക്ക് ഡയമീറ്റർ ചെയ്ത് തന്നപ്പോൾ, ഡയമെൻഷൻ ചെയ്ത് കാണിച്ചപ്പോ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു സ്ക്വയർ വരച്ചിട്ട് ഇവിടെ 32 എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിന്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ആണെന്ന് അർത്ഥം. ഈ സ്ക്വയറിന്റെ ഒരു അളവാണ് തന്നിരിക്കുന്നത് 32 എന്നുള്ളത്. അപ്പൊ എല്ലാ സൈഡും തന്നെയാണ് 32 ആണ്, സ്ക്വയർ ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചതുരക്കട്ട കാണിച്ചിട്ട് ഇവിടെ 32 എഴുതിയ അർത്ഥം ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്താണ്, സ്ക്വയർ ഷേപ്പിലാണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഡയമെൻഷൻ വാല്യൂസ് എഴുതുമ്പോഴുള്ള മാനദണ്ഡം, ആരോ ഹെഡ് എഴുതുമ്പോഴുള്ള മാനദണ്ഡം നമ്മൾ പറഞ്ഞു. ആരോ ഹെഡ് വരയ്ക്കുമ്പോൾ എപ്പോഴും ചിലത് നമ്മൾ പ്രാക്ടിക്കൽ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചു വെക്കാം. അങ്ങനെയൊക്കെ വരച്ചു വെച്ചാൽ അതിന്റെ മാർക്ക് പോകും. നമ്മൾ ഏതൊരു ഫിഗർ വരയ്ക്കുമ്പോഴും ഇപ്പൊ അതിന്റെ ഒരു 25 മാർക്കാണ് പറയുന്നതെങ്കിൽ ആ ഫിഗർ കറക്റ്റ് ആയി വരച്ചെങ്കിൽ നമുക്ക് 25 മാർക്ക് കിട്ടത്തില്ല. അതിന് ഡയമെൻഷനിങ്, നീറ്റ്നെസ്സിനും ഒക്കെ പ്രത്യേക മാർക്കാണ്. എല്ലായ്പ്പോഴും ഡയമെൻഷനിങ്ങിന് കൃത്യമായ മാർക്കുണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്താണ് 25 മാർക്ക് നമ്മൾ പറയുന്നത്. ഒരിക്കലും നമ്മൾ 25 മാർക്കിന്റെ പടം മൊത്തവും വരച്ച് ശരിയാണെന്ന് പറഞ്ഞ് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ ഡയമെൻഷന്റെ ആരോ ഹെഡ് വരയ്ക്കുമ്പോ കനം കുറച്ച് നീളം കൂട്ടി വേണം വരയ്ക്കാൻ. ഇത് തെറ്റാണ്, ഇങ്ങനെ വേണം വരയ്ക്കാൻ. എന്നിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി ഫില്ല് ചെയ്യാനാകും. ഈ ഒരു രീതിയാണ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി ഒരു കർവ് നോക്കാം. ഇങ്ങനെ ഒരു കർവ് വന്നിരിക്കുന്നു, എങ്ങനെ ഡയമെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഇത് കാണിക്കുന്നത് ഇവിടെ റേഡിയസ് ആണ് കാണിക്കുന്നത്. ഇവിടെ റേഡിയസ് കാണിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ R15 എന്ന് എഴുതും, ഇല്ലെങ്കിൽ ഇവിടെ എഴുതും R15. ഇതില്ലാതെ ഇവിടെ ഇത്രയൊന്നും ഇല്ലാതെ ഇവിടെ എഴുതും R15. ഇനി മറിച്ച് നമ്മള് ഈ എക്സ്റ്റേണൽ ആയിട്ട് തള്ളിയിരിക്കുന്ന കർവാ കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ എഴുതും R5, അല്ലെങ്കിൽ ഇവിടെ എഴുതും R5. R5 എന്ന് പറഞ്ഞാൽ റേഡിയസ് 5 ആണെന്നാണ് അർത്ഥം. അപ്പോ അകത്തോട്ടുള്ള കർവും പുറത്തോട്ട് തള്ളിയിരിക്കുന്ന കർവും രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി സർക്കിൾസ് ഡയമെൻഷൻ ചെയ്യുമ്പോൾ സർക്കിളുകൾ നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ നോക്കാം. ഒരു വലിയ സർക്കിളാണ് ഡയമെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ആരോമാർക്ക് വരച്ചിട്ട് ഇവിടെ എഴുതും 50, അല്ലെങ്കിൽ ഇതിന്റെ വരച്ചിട്ട് ഇവിടെ നമ്മൾ എഴുതും 50. ഓക്കെ, ഇനി ഒരു മീഡിയം സർക്കിൾ ആണെങ്കിൽ, അത്യാവശ്യം ഒരു മീഡിയം സർക്കിൾ ആണെങ്കിൽ, ഒരു മീഡിയം വലിപ്പമുള്ള സർക്കിൾ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, നമ്മൾ ഇവിടെ ആരോ ഹെഡൊക്കെ വരച്ചിട്ട് വെളിയിലോട്ട് മാറ്റി എഴുതുക. എത്ര, 25 എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് എഴുതും, അല്ലെ 30 mm എന്ന് എഴുതും. ഓക്കെ, ഇനി വളരെ ഇച്ചിരി കൂടെ ചെറിയ സർക്കിൾ ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് ആരോ ഹെഡൊക്കെ വരയ്ക്കും. എന്നിട്ട് നമ്മൾ പുറത്ത് ആരോ ഹെഡ് വരയ്ക്കും, അകത്ത് വരയ്ക്കാതെ ഇതിന് പുറത്ത് ആരോ ഹെഡ് വരച്ചിട്ട് ഇവിടെ നമ്മൾ എഴുതും എത്ര, 30, 10, 25 എന്നൊക്കെ എഴുതിയിരിക്കട്ടെ. ഇതെല്ലാം ഡയമീറ്റർ ആണേ. ഓക്കെ, ഇനി വളരെ ചെറിയ സർക്കിൾ ആണ് വരയ്ക്കാൻ കാണിക്കുന്നതെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഒരു ആരോ ഹെഡ് വരച്ചിട്ട് ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ ഡയമീറ്റർ 10 അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡയമീറ്റർ 10 എഴുതും. മനസ്സിലാവുന്നോ? അപ്പോ സർക്കിളുകളുടെ വലുപ്പം അനുസരിച്ച് എഴുതുന്ന ഡയമെൻഷനിങ്ങിലും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇനി ഓക്കെ, ഇനി വലിയൊരു റെക്ടാംഗിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെക്കുക. ഇനി നമ്മളൊരു റെക്ടാംഗിളുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അകത്ത് എഴുതും, ഇത്ര എഴുതും. ഇനി വളരെ കനം കുറഞ്ഞ ഒരു സാധനമാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എഴുതാം 7 മില്ലിമീറ്റർ എന്നൊക്കെ. അപ്പൊ നമുക്ക് സ്പേസ് ഉള്ളതനുസരിച്ച് നമ്മൾ എഴുതുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ചുമ്മാ ഒരു മനസ്സിലാക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ എഴുതാണ് പറയാണ്. ഇവിടെ എല്ലാം കുറെ സർക്കിളുകളുണ്ട്, 6 സർക്കിളുകൾ.
എല്ലാം നീളത്തിൽ എഴുതിയേക്കുന്നൊക്കെ വെക്കുക. അതില് അവര് കൃത്യമായിട്ട് ഇതെല്ലാം നമ്മൾ സെൻട്രൽ ലൈൻ വരച്ചാ എഴുതുന്നത്. ഒരു സർക്കിളിന്റെ ഇങ്ങോട്ട് കാണിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്കിളിന്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഡയമീറ്റർ 20, ഡയമീറ്റർ 20 RNOS എഴുതിയിരിക്കുന്നു. ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? ഡയമീറ്റർ 20 RNOS എന്ന് പറഞ്ഞാൽ ഈ 6 സർക്കിളുകൾക്കും എത്ര ഡയമീറ്റർ? 20 ആണ്. 6 സർക്കിളുകളുണ്ട്, എല്ലാത്തിനും ഡയമീറ്റർ 20 ആണ്. ഓക്കെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? ഡയമെൻഷനിങ്ങില് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയമെൻഷനിങ് എന്നുള്ള പാഠത്തില് നമ്മൾ എന്താ പഠിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ഓടിച്ചു പറയാം. നമ്മൾ ആദ്യം പറഞ്ഞു ഏതൊക്കെ രീതിയിലുള്ള ഡയമെൻഷനിങ്, ഫംഗ്ഷണൽ ഉണ്ട്, നോൺ ഫംഗ്ഷണൽ ഉണ്ട്, ഓക്സിലറി ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, അത് അത്ര ചോദ്യങ്ങളായിട്ടൊന്നും വരാറില്ല. ഇനി എലമെന്റ്സ് ഓഫ് ഡയമെൻഷനിങ് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. എക്സ്റ്റൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ഡയമെൻഷൻ ലൈൻ, ടെർമിനേഷൻസുകൾ. ടെർമിനേഷൻസിനായിട്ട് നമുക്ക് ഡോട്ട് ഉപയോഗിക്കും, ആരോ ഹെഡ് ഉപയോഗിക്കും, ഒബ്ലിക് സ്ട്രോക്ക് ഉപയോഗിക്കും. ഒബ്ലിക് സ്ട്രോക്കിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി. ഓക്കെ, ആരോ ഹെഡിന്റെ റേഷ്യോ, ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ, ആരോ ഹെഡിന്റെ ഓപ്പണിംഗിൽ വരുന്ന ആംഗിളിന്റെ റേഷ്യോ, അതായത് ആംഗിളിന്റെ അളവ് 15 തൊട്ട് എന്താവാം 90 ഡിഗ്രി വരെ ആവാം. പിന്നെ നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അലൈൻഡ് സിസ്റ്റം ഉണ്ട്, യൂണി ഡയറക്ഷണൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. ഇനി അറേഞ്ച്മെന്റ് ഓഫ് ഡയമെൻഷനിങ്, അതായത് ചെയിന്, പാരലല്, സൂപ്പർ ഇമ്പോസ്ഡ്, ഡയമെൻഷൻ ബൈ കോർഡിനേറ്റ്സ്, പിന്നെ ലാസ്റ്റ് കമ്പൈൻഡ് ഡയമെൻഷനിങ്. അപ്പൊ ഇത്രയാണ് ഡയമെൻഷനിങ് എന്നുള്ള പാഠത്തില് പറയാനുള്ളത്. ആദ്യം വേഗം പറയുന്നുണ്ട്, വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക. PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ആരോ ഹെഡിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ എലമെന്റ്സുകളുടെ കാര്യത്തിലും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോ നമ്മളുടെ പാഠം ഇന്നിവിടെ തീർന്നു. അപ്പോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങൾ കൃത്യമായി വീഡിയോ ഫുൾ കാണുക. നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന പാഠങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നമ്മുടെ ITI, ഡിപ്ലോമ, ബിടെക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.